ഹലോ ഹലോ ഉമ്മ എടുക്കുന്നതിന് മുമ്പ് വെച്ചു പോയാ എടാ ഒരു 4:52 5 കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങണം. അതെന്തൊരു ടൈമാണ്? 4:52. എടാ 5 4 9 9 2 11 1 1 2 5 ലക്കി നമ്പറാ 2. ഇനി നമ്പർ 2 എന്റെ ലക്കി നമ്പറാണ്. എപ്പോഴും നമ്പർ 2 കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം. എന്നാടാ നീ നന്നാവണേ? ആ നമ്പർ 2 അല്ല, ലക്കി നമ്പർ 2. എന്താണ്? അല്ല നീയല്ലേ പറഞ്ഞ ആട്ടു? ഓ ഭയങ്കര ഡിൻഡു കോമഡി. ഇന്ന് പോകണ്ട. അതിനെക്കാട് നല്ലപോലെ കിളി ഷഡിയില് മൊട്ടയുടെ കഥയായിരുന്നു. പിന്നെ അങ്ങട് ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. തൂറിക്കൊണ്ടിരിക്കുമ്പേ കിഡ്നി ഫീവർ അടിച്ച് ചത്തുപോയി. തിരുവായ കഴുകിട്ട് ചായ എടുത്തടാ. അപ്പൊ പാത്രം കഴുകണ്ടേ? എന്തെങ്കിലും കഴുകു. ഈ അണ്ണനെ ദുബായി കൊണ്ടൊന്നും മണ്ടത്തറി. അഞ്ജലി അഞ്ജലി ചായാഞ്ജലി. അല്ലണ്ണ, അഞ്ജലിയേച്ചി വന്നത് വർമ്മ സാറിന് വേണ്ടി. അണ്ണൻ വർക്കിയത് വർമ്മ സാറിന്റെ ശത്രുവിന് വേണ്ടി. ഈ രഹസ്യമൊക്കെ അഞ്ജലിയേച്ചി അറിഞ്ഞാൽ കുഴപ്പമില്ലണ്ണ. ഞാൻ എല്ലാ സത്യങ്ങളും അഞ്ജലിയോട് തുറന്നു പറയാൻ പോവാ. ഞങ്ങൾക്കിടയിൽ ഇനി രഹസ്യങ്ങളില്ല. അടിപൊളി. കുണ്ടിതപ്പെടേണ്ട ചേച്ചി എന്റെ ചേച്ചി. ടൈം കറക്റ്റ് അല്ലേ? ഞാനല്ലെങ്കിൽ ലേറ്റ് ആകില്ല. കറക്റ്റ് 4:52 കേട്ടാ. ഹായ് പുഷ്പൻ, എവിടെ പോണ്ടോ? എനിക്ക് ഇഷ്ടമുള്ള ഇവനൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ? തെരപ്പരടക്ക് കണ്ടോടാ. ലക്കി നമ്പർ 2 കറക്റ്റ് സമയത്ത് ലിഫ്റ്റ് വന്നു. അയ്യോ, ഇയാൾ വിളിക്കാനല്ലേ ഞാൻ വന്നേ. പിന്നെ അയ്യോ പോയോ? ഇത് തുറക്കണില്ലല്ലോ. കോണിപ്പോ എവിടെയാ? ടെൻഷൻ അടിക്കണ്ട, സമയമുണ്ടെന്നാ എത്തുന്ന. നമ്മളായിട്ട് ലേറ്റ് ആവാൻ പാടില്ല. മേഡമുണ്ട് കാറി. അയ്യോടാ പാവത്തിന് മഞ്ഞമുണ്ട്. അയ്യോ അതല്ല, മേഡം കാറിലുണ്ട്. നിങ്ങളോട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. സത്യൻ ഫ്രീ ആണെങ്കിൽ കുറച്ച് കാര്യം സംസാരിക്കണ്ടായിരുന്നു. ക്യാൻ യു കം വിത്ത് മീ? അപ്പൊ അഞ്ജലി ചേച്ചി? ഹു ഇസ് അഞ്ജലി? അഞ്ജലി അല്ല, ചിഞ്ചലി. അപ്പൊ 5 ചിഞ്ചലി മതി. പിന്നെ ചിഞ്ചലി ഓയിൽ തന്നെ സവാളിട്ട് പോപ്പിച്ചിട്ട് പിന്നെ എയർപോർട്ടിൽ ഫ്രണ്ടിൽ നിന്ന് മാറാതെ കുറച്ച് കടുകിട്ട് പോപ്പിച്ചിട്ട് You'll drive, right? Yeah, of course. Why not? Then come. Okay, madam. പേഴ്സിലെ കാശിന് കണക്കണ്ടാവിടുന്ന സോറി, ടാക്സി. മാഡം ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തോ. ഹലോ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. നീ ഇതുവരെ എയർപോർട്ടിൽ എത്തിയില്ലേ? ഓക്കെ, ഞാൻ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാ വർമ്മ സാറായിട്ട് ഞാൻ അർജന്റ് മീറ്റിംഗിലാന്ന് പറ. ബാക്കിയല്ല ഞാൻ അവളോട് നേരിട്ട് പറഞ്ഞോളാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ, എന്തിനാ ഇതിനകത്ത് കയറി? മാഡം 1 സെക്കൻഡ്, ഞാനൊന്ന് സംസാരിച്ചിട്ട്. താങ്ക് യു. ഹലോ, എന്തായടാ? അണ്ണാ അതേ ചേച്ചിയെ പൊക്കി അല്ല പിക്കി. അണ്ണാ ചേച്ചി എടുത്ത് വർമ്മസാറിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അഡ്രസ് ഉണ്ട്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോണോ അതോ? അല്ല അണ്ണനിപ്പോ എവിടെയുണ്ട്? എടാ, ഞാനിവിടെ മാഡത്തിന്റെ ഫാം ഹൗസിലാ. എന്നാ ഫാമടാ? കാനഡ. എടാ ഫാം. അയ്യോ അണ്ണാ, ഡ്രൈവറിനടുത്ത് പതുക്കെ ഓണടിക്കാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എടാ ഫാം ഹൗസടാ. എടാ ഫാദറിന്റെ എഫ്. കാതറിന്റെ വൈഫാ? കാതറല്ലടാ കൂതറെ. ഫാദറിന്റെ വേണ്ട. എടാ ഫ്രീസറിന്റെ എഫ്. ബ്രീസറിന്റെ കപ്പ. എന്റെ ദൈവമേ. എടാ ഫുള്ളിന്റെ എഫ്. ഫുള്ളിന്റെ ഹാഫ് പൈന്റ്. എടാ ഫുള്ളിന്റെ ആദ്യത്തെ എന്താ പറയണേ? ഓ ചിയേഴ്സ്. എടാ പുല്ല് ഫുള്ളിന്റെ എഫ്. നിനക്ക് മനസ്സിലാവണില്ലേ? നീ ഒന്നും നോക്കി, ഞാൻ എഴുതി കാണിക്കണ എഫ് ഒരു. ഓ ഇപ്പൊ കണ്ടു എഫ് ഫാം ഹൗസ്. എന്റെ പൊന്നു. എടാ നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാട്ടാ. ഞങ്ങളിപ്പോ അങ്ങോട്ട് വന്നോ? എടാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേ. അണ്ണവിടെ ഭയങ്കര ചിരിങ്ങളേക്കാണ്. ചേച്ചി അതിന് സന്തോഷം ഉണ്ടാ. എന്റെ അമ്മേ, ഒടുക്കത്തെ വൈബ്രേറ്റർ ആയി പോയി. എടാ ഹലോ അണ്ണാ. അയ്യോ ചോദിച്ചിട്ട് കിട്ടാനല്ലോ. യെസ് മാഡം.
വരണ്ടാന്ന് പറഞ്ഞ് കേട്ടുകണാവോ? അണ്ണ ഇപ്പൊ ഇങ്ങോട്ട് ഫാം ഹൗസിലേക്ക് വരണ്ടണോന്നാണ് പറഞ്ഞ തോന്നണല്ലേ അല്ലേ? ആൻഡ് പിന്നെ ഫാം ഹൗസിലേക്കുള്ള വഴി അറിയാമോ? അതറിയാ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പോവല്ലേ? തല്ലിപ്പൊളിയാവോ? ചേച്ചിനെ കൂടെ ഞാൻ തന്നെ വന്ന് നന്നായി. മരുഭൂമിയാണല്ലോ. പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാരൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്നേ. എല്ലാം ബലാത്സംഗ വീരന്മാരാണ്, തേണ്ടികള്. അയ്യോ ചേട്ടൻ മലയാളിയായിരുന്നു, സോറിട്ടാ. മാഡം നടക്കാൻ വയ്യെങ്കിൽ I'm fine. Don't worry about it. അയ്യോ സൂക്ഷിച്ചു മാഡം. I'm fine. മാഡം It's okay. ഇഫ് യു ഡോണ്ട് Don't മൈൻഡ് worry. വേണമെങ്കിൽ ഞാൻ ചുമലിലെടുക്കാം മാഡം. ചെറുപ്പത്തിൽ ഞാൻ മുത്തശ്ശിനൊക്കെ എടുത്തോണ്ട് നടക്കാറുള്ളതാ. സൂക്ഷിച്ചു വേണേ, കൂളാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്തമ്മോ, വെറുതെ ഇരിക്കുമ്പോ ഭക്ഷണം കഴിച്ച് വെയിറ്റ് വിട്ടേക്ക. ഇതെങ്ങനെയാ നിർത്തണത്? അമ്പോ അണ്ണിവിടെ അടിച്ച് പൊളിക്കണല്ലേ അല്ലാ. അയ്യോ അഞ്ജലി, എടാ ഒന്ന് സഹായിക്കടാ. അഞ്ജലി, അഞ്ജലി ആക്ച്വലി എന്താണ് ഇതായിരുന്നല്ലേ നിങ്ങളുടെ urgent meeting? അഞ്ജലി, വേണ്ട, ഞാൻ ഒന്നും പറയണ്ട. വണ്ടി എടുക്കാം. അഞ്ജലി ഒന്ന് കേൾക്ക് പ്ലീസ്. എടാ നിന്നോട് ആരാടാ പറഞ്ഞ അവിടെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോട്ടെ? അണ്ണനല്ലേ ഫാം ഹൗസിലേക്ക് ഫുള്ളിന്റെ ഫാന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി കളിച്ചിട്ട് ചിരിച്ചിട്ട് വരാൻ പറഞ്ഞത്. എടാ നിന്റെ തലയിൽ ചെളിയാണോടാ മന്ദബുദ്ധി? എനിക്ക് എങ്ങനെ അറിയണം അണ്ണൻ ബാഹുബലി ലിംഗോ ചുമന്നുകൊണ്ട് നിൽക്കണ പോലെ മാഡത്തിനെ ചുമന്നുകൊണ്ട് നിൽക്കണെന്ന്? എവിടെയാണ്? ഇനി എന്റെ കൂടെ വരാൻ പ്രത്യേകം പറഞ്ഞോടാ. ബാക്കിലുണ്ട്, വിട്ടോ. എന്റെ അമ്മ ഏത് കോട്ടായ്മ എപ്പസ് പോലെ എണ്ണ പുറത്ത് നോക്കി ഒന്നുമില്ല, എടുക്കുന്ന വെയിറ്റ്. ഇനി ഈ ലോൺ ഇറക്കിയിട്ട് വേണം അഞ്ജലിയുടെ പ്രശ്നം തീർക്കാൻ. എടാ ഞാൻ ദേവിക മാഡത്തിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അഞ്ജലി പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും? അത് പേടിക്കണ ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ അഞ്ജലിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാടകം കളിക്കണമെന്നൊക്കെ നീ വ്യക്തമായിട്ട് പറഞ്ഞോ? അല്ല അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അല്ല എല്ലാം കൂടി ഞാൻ പറഞ്ഞ പിന്നെ അണ്ണി പറയുന്നത് മിച്ചം വേണ്ടേ? അയ്യോ സോറി. എന്തിനാണ് ഞാൻ എന്റെ കൈ കളയണേ? ഓ അയ്യപ്പ സൂടെ കിടപ്പുണ്ടല്ലോ. അയ്യോ അണ്ണ അണ്ണ ഞാൻ കേട്ടിട്ടില്ല. ചിരിക്കലാ ഓട്ടക പട്ടി. ബടിയൊരു ലിഫ്റ്റ് തരൂ. ഇതെങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകണത്? ചോദിക്കാന്ന് വെച്ചാൽ പോത്തിന് മലയാളം അറിയാൻ പാടില്ല. ഒന്ന് നടക്കു പോർക്കെ. അണ്ണാ അണ്ണ എഴുന്നേറ്റേ. അണ്ണ കുറെ നേരം ഫോൺ അടിക്കണം. ഇത് ആരാണ് നോക്കിയേ? ആരാണ് വെളുപ്പാൻ കാലത്ത്? വർമ്മ സാറാ. സാറേ, അഞ്ജലിയോട് നീ എന്താ സംസാരിച്ചത്? അവളിപ്പോ തിരിച്ചു പോവാണെന്ന് പറയുന്നു. മത്സരിക്കാൻ അവൾ ഇല്ലാന്ന്. അയ്യോ ഇന്ന് ഉച്ചക്ക് പ്രസ് മീറ്റ് വെച്ചിരുന്നതാ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. എടാ തെണ്ടി. ഹലോ അയ്യോ സോറി സാറേ, ഞാൻ ഇവിടെ പറഞ്ഞ. എടാ ആരെന്ന് വാലൂർ നോക്കണം. അണ്ണ ഞാൻ അവിടെ കുളിക്കാണ്. സാർ ഒരു മിനിറ്റ്, ഒരു ഷൂ എവിടെ? ഹലോ ഞാനിവിടെ ഒരു അയ്യോ എന്ന് പറഞ്ഞ. സോറി സാർ. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇരിക്കൂ. അല്ല അകത്തിരിക്കാം. വരും മാഡം, വരും വരും. ഇല്ല മാവാ, ഞാൻ ഞെട്ടിപ്പോയാ മാവാ. പെട്ടെന്നല്ലേ മരണം കയറി വന്നത്? അല്ല മരണം കയറി വന്നത്. ചടങ്ങുകളൊക്കെ നടക്കുവാ മാവാ. 16 അടിയന്തരത്തിന് 18 ദിവസം കൂടി ഉണ്ടല്ലോ. ഞാൻ വിളിച്ചോളാം മാവാ. വാ മായി. അല്ല സോറി, വരൂ മാഡം. ഇഡിയറ്റ്. ഇവിടെ ഇരിക്കാം മാഡം. എന്താ മാഡം രാവിലെ തന്നെ? ആനന്ദ് വർമ്മയായിട്ട് സത്യൻ എന്താ ഇടപാട്? ഇടപാടാ? എന്താ ഇടപാട്? ആനന്ദിനെ കാണാൻ സത്യൻ ഇന്നലെ അയാളുടെ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നോ? ഇല്ലേ? ഇല്ലേ. മിസ്റ്റർ കുമാർ കണ്ടല്ലോ സത്യൻ ഇന്നലെ അവിടെ കയറുന്നത് ഇറങ്ങി പോകുന്നതും. രാത്രി 8:15 അവിടെ കയറി 8:22 പുറത്തിറങ്ങി. ഓ 8:50 to 8:22 7 minutes. എന്താ ഒരു പൊട്ടൻഷ്യലി? വർമ്മയെ കാണാൻ അവിടെ പോയോ ഇല്ലയോ എന്ന്. ഇല്ല മാഡം. അപ്പൊ കുമാർ പറയുന്നത് കള്ളമാണെന്നാണോ? കള്ളമല്ല, ബുദ്ധിയിലായി. കൂർക്ക കണ്ടിട്ട് ആട്ടുംകാട്ടാണെന്ന് കരുതുന്ന വിവരക്കേട്. ആനന്ദ് വർമ്മയെ കാണാൻ ഞാൻ പോയിട്ടില്ല.
പക്ഷെ അങ്ങേരുടെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഇന്നലെ രാത്രി പോയിട്ടുണ്ട്. ആ അവസാനം സമ്മതിച്ച് മേഡം ഇയാളെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം. അതിനു മുമ്പ് പുഷ്പനൊന്ന് പുറത്തേക്കണം. എനിക്ക് മാഡത്തിനോട് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. മിസ്റ്റർ കുമാർ ഒന്ന് പുറത്തു വെക്കൂ. അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തായ